അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി യു മുഹമ്മദ് മദനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച വിസ്ഡം കൂട്ടായ്മയുടെ സംസ്ഥാന അധ്യക്ഷൻ PN അബ്ദുൽ ലത്തീഫ് മദനി അവറുകളെ, ഈ യോഗത്തിന്റെ അധ്യക്ഷനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ നമ്മുടെ പ്രിയപ്പെട്ട അയ്യൂബ്ക്ക, വേദിയിലുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് അനീഫാക്ക, നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ മജീദ് സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഇതിന്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വലിയ ഒരു ലക്ഷ്യത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചു. ഇതിനേക്കാളും ഉത്തമമായ ഒരു വേദിയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെയെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ കേൾക്കുന്ന കുറെ സാങ്കേതിക പദങ്ങളും യൂണിറ്റ്, മണ്ഡലം, ദഅവ സെന്റർ, ജില്ലാ കമ്മിറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ അനവധി നിരവധി സാങ്കേതിക പദങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തിനാണ് ഇത് എന്നത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമുണ്ട്, അല്ലെങ്കിൽ ബോധ്യമുണ്ടാകണം. നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന, നമ്മൾ നമ്മുടെ ജീവനേക്കാളേറെ ഗൗരവമായി കാണുന്ന, നമ്മുടെ ജീവിതത്തിന്റെ അഭിലാഷമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ കലിമത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം അറിയാത്ത നിരവധി ആളുകളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രകാശം എത്തിക്കുവാൻ വേണ്ടി, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിലും അതിനുവേണ്ടിയുള്ള സാമ്പത്തികമായ, ശാരീരികമായ ചെലവഴിക്കലുകളൊക്കെ നമ്മൾ നിർവഹിക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തിലാണ് എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഏതൊരു മുസ്ലിമിന്റെയും ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യവും ആഗ്രഹവും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഗേഹമായ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരണമെന്നാണ്. ഈ ദുനിയാവിലെ നശ്വരമായ 60-70 വയസ്സ് മാത്രം ജീവിക്കുന്ന കാലയളവിൽ റബ്ബിന്റെ ഇഷ്ടങ്ങൾ ജീവിതത്തിൽ പകർത്തി, റബ്ബ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായി പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ആ സ്വർഗത്തിന്റെ വഴിയിലേക്ക് മുന്നേറുമ്പോൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ സഹവസിക്കുന്ന നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും നമ്മുടെ കൂടെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഉണ്ടാകണമെന്ന നമ്മുടെ വലിയ ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. സ്വർഗീയ ലോകം എന്ന് പറയുന്നത്, അതിന്റെ കവാടം തുറക്കപ്പെടുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോല് കൊണ്ടാണ് എന്ന് പൂർവികർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ താക്കോലുകൾക്കും പല്ലുകളുള്ളതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനും പല്ലുകളുണ്ട് എന്നും, ആ പല്ലുകൾ നിർവഹിക്കുക വഴി മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, മഹാനായ കയം മൗലവിയുടെ പേരിൽ ഈ സ്ഥാപനം ഉയർത്തപ്പെടുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് അറബിയിൽ എഴുതി വെച്ച വചനം നമ്മൾ കണ്ടിരിക്കും. തഅലീമുൽ ഖുർആൻ വസ്സുന്ന, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുക എന്ന
ഒരു വലിയ മഹത്വമായ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ സ്ഥാപനം ഉയർത്തിയിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലയുടെ ഒന്നാമത്തെ പല്ല് അല്ലെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് അത് പഠിക്കുക എന്നതാണ് എന്ന് പൂർവികർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക എന്നത് ഏതൊരു മുസ്ലിമിന്റെയും അനിവാര്യമായ കാര്യമാണ്. അതേപോലെ ആ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നതും, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാത്ത അനേകായിരം ആളുകളിലേക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതും, വദ്ദഅവതു ഇലൈഹി വസ്സബ്റു അലൈഹി എന്നിങ്ങനെയെല്ലാം പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു പഠനത്തിന്റെ ഭാഗമായി ആ ഒരു വികാരത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ നമ്മൾ പടുത്തുയർത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാത്ത നിരവധി ആളുകൾ ലോകം നിയന്ത്രിക്കുന്നതും മാലിക്കുൽ മുലൂക്കും മുദബ്ബിറുൽ ആലമും ഒക്കെ ഇവിടെ ജനിച്ച് മരിച്ച് പോയ പുണ്യാത്മാക്കളാണ് എന്ന് മൈക്ക് കെട്ടി അതിശക്തമായ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ, സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് ആ സമ്മേളനത്തിൽ മരിച്ചുപോയ പുണ്യാത്മാക്കൾ ഹാജരായിട്ടുണ്ട് എന്ന് മൈക്ക് കെട്ടി സംസാരിക്കുന്ന വലിയ ഒരു പുരോഹിതത്തിന്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ, ലാ ഇലാഹ ഇല്ലല്ലയുടെ അതിശക്തമായ ആശയം നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് അറിവ് നേടണം, നമ്മൾ അറിവുണ്ടാവണം, നമുക്ക് അറിവ് കരസ്ഥമാക്കാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കുക വഴി മാത്രമേ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ അതിൽ ഒന്നാമതായും രണ്ടാമതായും അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹുവിന്റെ കൽപ്പന ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നും ഇഖ്റ വറബ്ബുക്കൽ അക്റം എന്നുമാണ്. രണ്ട് ഇഖ്റ എന്ന കൽപ്പനയോട് കൂടിയാണ് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണമെന്ന ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം പോലും ഉണ്ടായിട്ടുള്ളത്. അവിടെ അള്ളാഹുവിന്റെ നാമത്തെ പരിചയപ്പെടുത്തിയപ്പോൾ, അള്ളാഹു ആരാണെന്ന് പഠിപ്പിച്ചപ്പോൾ, അള്ളാഹുവിന്റെ നിരവധി ഗുണവിശേഷണങ്ങളിൽ നിന്ന് റബ്ബ് ആദ്യമായി ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് വഅല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നാണ്. ആ റബ്ബ് ആരാണ്? നിങ്ങളെ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് എന്നാണ്. ആ മനുഷ്യർക്കറിയാത്ത നിരവധി വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചവനാകുന്നു റബ്ബ് എന്ന് റബ്ബിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യമായി വിശേഷിപ്പിച്ചുകൊണ്ട് ഇറക്കിയ വചനങ്ങളിൽ റബ്ബിനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. പഠനം, പഠിക്കുക എന്നത് അനിവാര്യമായ കാര്യമാണ്. പ്രത്യേകിച്ചും സ്വർഗത്തിലേക്കുള്ള വഴികൾ, സ്വർഗത്തിലേക്കുള്ള വിശ്വാസങ്ങൾ, സ്വർഗത്തിലേക്കുള്ള അമലുകൾ, സ്വർഗത്തിലേക്കുള്ള സ്വഭാവ ആചാര അനുഷ്ഠാനങ്ങൾ അത് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഒരു വിശ്വാസിക്ക് സാധ്യമാകുമ്പോൾ മാത്രമാണ് അവൻ സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും ഖുർആനും സുന്നത്തും പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ ആശയങ്ങൾ സ്വീകരിക്കുവാനും ഒക്കെ സാധിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിൽ കൃത്യമായി വിശ്വസിക്കുന്നവർ യത്ലൂന കിതാബല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യുന്നവർ, ഹഖ്ഖ തിലാവത്തിഹി, ആ ഖുർആൻ മുറപ്രകാരം തിലാവത്ത് ചെയ്യുന്നവരാണ് വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നുണ്ട്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ കേവലം നാവ് കൊണ്ടുള്ള ഒരു ഉച്ചാരണമോ പാരായണമോ അല്ലല്ലോ. വചനങ്ങൾ ഓതുമ്പോൾ ഖുർആനിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലങ്ങളുണ്ട്. അത് 10 പ്രതിഫലമാണെന്ന് നമുക്കറിയാം. വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കയറുകയാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് വിശുദ്ധ റമദാൻ. അവിടെ ഖുർആൻ പഠനത്തിലേക്ക്, ഖുർആൻ പാരായണത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ ഒരു കേവലം പാരായണത്തിനും അപ്പുറത്തേക്ക് നാവുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തമായ മഖ്റജും തഹ്സീനും അതിന്റെ തജ്വീദുമെല്ലാം അനുസരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുവാനും അതിന് തദബ്ബുറും അതിന് തഫക്കുറും ആ ഖുർആനെ ചിന്തിക്കുവാനും പഠിക്കുവാനും മനനം ചെയ്യുവാനും അതിന്റെ വിശദീകരണങ്ങൾ അറിയുവാനും അതിന്റെ ശറഹ് അറിയുവാനും തഫ്സീർ അറിയുവാനും അത് എവിടെയാണ് അവതരിച്ചത്, ആ വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ എന്തെല്ലാം ഹുക്മുകളാണ് റബ്ബ് പഠിപ്പിക്കുന്നത് എന്നിങ്ങനെയുള്ള അതിന്റെ വിശാലമായ അർത്ഥതലത്തിലേക്ക് അഖൽ കൊണ്ട്,
ബുദ്ധി കൊണ്ട് അത് പഠിച്ച് മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും എങ്ങനെയാണ് മനസ്സിലാക്കി ആചരിച്ചത്, അപ്രകാരം മനസ്സിലാക്കി ആചരിക്കണമെന്ന ഉറച്ച വിശ്വാസമുള്ള ഉറച്ച നിലപാടുള്ള ആളുകളാണല്ലോ സലഫികളായ നമ്മളെല്ലാവരും. ആ ഒരു മാർഗം മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്നത്. ആ ഖുർആൻ പാരായണം നാവ് കൊണ്ട് നിർവഹിച്ച് ബുദ്ധി കൊണ്ട് അതിന്റെ ആശയങ്ങളെയും അതിന്റെ അർത്ഥങ്ങളെയും പഠിച്ച് ഖൽബിൽ അതിന് തഅ്സീർ ഉണ്ടാകുമ്പോൾ, ഖുർആൻ സ്വാധീനിക്കുമ്പോൾ, പ്രവാചകന്റെ വചനങ്ങൾ സ്വാധീനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവങ്ങളായി, കർമ്മങ്ങളായി, വിശ്വാസങ്ങളായി നമ്മുടെ ജീവിതത്തെ വിപുലീകരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് സ്വർഗത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ വഴിയിലേക്ക് നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ ക്ഷണിച്ച് അവരെ കൈപിടിച്ച് ഈ സിറാത്തുൽ മുസ്തഖീമിലൂടെ കൊണ്ടുപോവുക, അവരെയും നമ്മളെയും ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ രൂഢമൂലമായ ചിന്തയോടുകൂടി, ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളോടുകൂടി, ഇഖ്ലാസോടുകൂടിയുള്ള നിയ്യത്തോടുകൂടി, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമുക്ക് മുമ്പേറാൻ സാധിക്കണം. അതിന് നമ്മുടെ ഈ ഒരു സെന്റർ, കയമൗലയുടെ പേരിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സെന്റർ അതിന് സാധ്യമാവേണ്ടതുണ്ട്. നമ്മുടെ തലങ്ങളിൽ, നമ്മുടെ യൂണിറ്റുകളിൽ, നമ്മുടെ മണ്ഡലങ്ങളിൽ നമ്മൾ വ്യവഹരിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് മുന്നേറാൻ സാധിക്കണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി അതിന്റെ ആ ഏറ്റവും ഉന്നതമായ കലിമത്തുൽ ഉൽയ എന്ന് പറഞ്ഞല്ലോ, ഏറ്റവും അത്യുന്നതമായ വചനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറണമെന്ന ആ ഒരു ധാരണയോടുകൂടി, ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നേറാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിൽ ഈ ഒരു സെന്ററിനും അതിന്റെ പ്രവർത്തകർക്കും അതിന്റെ ഭാരവാഹികൾക്കും അതിനുവേണ്ടി അധ്വാനിച്ചവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിർവഹിക്കുവാനുള്ള ഇൽമും ത്വാഖത്തും ആഫിയത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.